Hello students. So നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആക്സസ് സ്പെസിഫയേഴ്സ് നമുക്ക് കൊടുക്കാം. പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, ഡീഫോൾട്ട്, ഇങ്ങനെ നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡേറ്റ മെമ്പേഴ്സിൻ്റെ മുകളിലോ മെത്തേഡ്സിൻ്റെ മുകളിലോ നമുക്ക് ഡിഫറെന്റ് ആക്സസ് സ്പെസിഫയേഴ്സ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, സോ നമ്മൾ ഡിഫറെന്റ് ആക്സസ് സ്പെസിഫയേഴ്സ് കണ്ടു. അത് നമ്മൾ ഡിഫറെന്റ് കണ്ടെയ്നേഴ്സിൻ്റെ അകത്ത് അതെങ്ങനെ ഏതൊക്കെ ലെവൽ ഓഫ് ആക്സസ് അലൗഡ് ആണെന്നൊക്കെ നമ്മൾ കണ്ടു. ക്ലാസിന്റെ അകത്താണെങ്കിൽ എങ്ങനെ, വിത്തിൻ പാക്കേജ് സബ് ക്ലാസിന്റെ അകത്ത്, വിത്തിൻ പാക്കേജ് നോൺ സബ് ക്ലാസ്, അല്ലെ, ഔട്ട്സൈഡ് പാക്കേജ് സബ് ക്ലാസ്, ഔട്ട്സൈഡ് പാക്കേജ് നോൺ സബ് ക്ലാസ്, ഇങ്ങനെയൊക്കെയുള്ള പല ലെവൽസ് ഓഫ് ആക്സസ് നമ്മൾ കണ്ടു. അതിന് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഈ ടേബിളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ ഇറ്റ് ഷോസ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് ദി ആക്സസ് കൺട്രോൾ മോഡിഫയേഴ്സ്. ഇവിടെ നമ്മൾ രണ്ട് പാക്കേജസ് ഹാസ് 2 പാക്കേജസ് ആൻഡ് 5 ക്ലാസസ്. ഓക്കെ, രണ്ട് പാക്കേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 5 ക്ലാസസ് ഉണ്ട്. റിമെമ്പർ ദാറ്റ് ദ ക്ലാസസ് ഫോർ ദ 2 ഡിഫറെന്റ് പാക്കേജസ് നീഡ് ടു ബി സ്റ്റോർഡ് ഇൻ ഡയറക്ടറീസ് നെയിംഡ് ആഫ്റ്റർ ദ റെസ്പെക്റ്റീവ് പാക്കേജസ്. സോ ഇവിടെ രണ്ട് പാക്കേജിന്റെ പേര് P1 P2 എന്നാണ്. അതിന്റെ അർത്ഥം ഇതിന്റെ പേര് നമ്മളെ ഡയറക്ടറി, അങ്ങനെ രണ്ട് ഡയറക്ടറീസും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. P1 എന്നും P2 എന്നും പേരിൽ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ അകത്താണ് നമ്മൾ ആ പാക്കേജിന്റെ ക്ലാസ്സസ് ഒക്കെ കൊണ്ടുപോയി, ഓരോ പാക്കേജിന്റെ ക്ലാസ്സും അതിന്റെ അകത്ത് കൊണ്ടുവരണം. ആദ്യത്തെ പാക്കേജ് P1ന്റെ അകത്ത് 3 ക്ലാസ്സസ് ഉള്ളത്. 5 ക്ലാസ്സിൽ 3 P1ന്റെ അകത്താണ്. പ്രൊട്ടക്ഷൻ, ഡിറൈവ്ഡ്, സെയിം പാക്കേജ്, ഇങ്ങനെ 3 ക്ലാസ്സസ് ആണുള്ളത്. ഓക്കെ, ഇനി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസിന്റെ അകത്ത് 4 ഇന്റ് വേരിയബിൾസ്, അതെ 4 ഇന്റിജർ വേരിയബിൾസ് ഉണ്ട്. അവിടെ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അത് ഡീഫോൾട്ട് ആണ് അതിന്റെ ആക്സസ്. n_pri എന്ന് പറഞ്ഞ വേറൊരു വേരിയബിൾ ഉണ്ട് വിച്ച് ഇസ് പ്രൈവറ്റ്, n_pro വിച്ച് ഇസ് പ്രൊട്ടക്റ്റഡ്, n_pub വിച്ച് ഇസ് പബ്ലിക്. അങ്ങനെ 4 വേരിയബിൾസ്, 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സസ്. n എന്ന് പറയുന്നത് ഡീഫോൾട്ട്, n_pri എന്ന് പറയുന്നത് പ്രൈവറ്റ്, n_pro എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ്, n_pub പബ്ലിക്. ഓക്കെ, ഇനി അടുത്ത ഡിറൈവ്ഡും സെയിം പാക്കേജും 2 ക്ലാസസ് വിച്ച് ഇസ് ഇൻ ദ സെയിം പാക്കേജ് കോൾ P1. അത് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസിന്റെ അകത്തുള്ള ഡേറ്റ മെമ്പേഴ്സ് ഏതൊക്കെ ലെവലിൽ ആക്സസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ രണ്ടാമത്തെ ക്ലാസ് ഡിറൈവ്ഡ് ആണ്. സോ P1 എന്ന് പറഞ്ഞ പാക്കേജിന്റെ അകത്തുള്ള രണ്ടാമത്തെ ക്ലാസിന്റെ പേര് ഡിറൈവ്ഡ് എന്നാണ്. അത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസിന്റെ, സോ ആദ്യത്തെ ക്ലാസ് പ്രൊട്ടക്ഷൻ ആയിരുന്നല്ലോ, പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ക്ലാസിന്റെ സബ് ക്ലാസ് ആണ് ഈ ഡിറൈവ്ഡ്. അതുകൊണ്ടാണ് ആ പേര് കൊടുത്തത് തന്നെ. അതും P1 എന്ന് പറഞ്ഞ പാക്കേജിന്റെ അകത്ത് തന്നെ. ഓക്കെ, സോ സബ് ക്ലാസ് ആവുമ്പം ഈ ഡിറൈവ്ഡ് എന്ന് പറയുന്ന ക്ലാസ് സബ് ക്ലാസ് ആണ്. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസിന്റെ സബ് ക്ലാസ് ആണ് വിത്തിൻ ദ സെയിം പാക്കേജ് P1. അങ്ങനെ ആകുമ്പം ഈ ഡിറൈവ്ഡ് എന്ന് പറയുന്ന സബ് ക്ലാസിന്റെ അകത്തുനിന്ന്, പ്രൊട്ടക്ഷന്റെ സബ് ക്ലാസിന്റെ അകത്തുനിന്ന് എന്തൊക്കെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സിലെ ഏതൊക്കെ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ദിസ് ഗ്രാൻസ് ഡിറൈവ്ഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ it will get access to every variable in protection. പ്രൊട്ടക്ഷനിലെ എല്ലാ വേരിയബിൾസിന്റെ മുകളിലും ആക്സസ് ഉണ്ട് except for n_private which is n_pri which is a private one. So derived ക്ലാസിന്റെ അകത്തുനിന്ന് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസിന്റെ സബ് ക്ലാസ് ആയ ഡിറൈവ്ഡ് എന്ന് പറയുന്ന ക്ലാസിന്റെ അകത്തുനിന്ന് സബ് ക്ലാസ് ആണ് വിത്തിൻ ദ സെയിം പാക്കേജും ആണ് കേട്ടോ. P1 എന്ന് പറയുന്ന സെയിം പാക്കേജിന്റെ അകത്താണ് അതുള്ളത്. സോ P1 പാക്കേജ്, അതിന്റെ അകത്ത് ഡിറൈവ്ഡ്, പിന്നെ പ്രൊട്ടക്ഷൻ, ഇങ്ങനെ 2 സബ് ക്ലാസ്, 2 ക്ലാസ്സസ് ആണ് P1 പാക്കേജിന്റെ അകത്ത്. പ്രൊട്ടക്ഷന്റെ സബ് ക്ലാസ് ആണ് എന്ത്, പ്രൊട്ടക്ഷന്റെ സബ് ക്ലാസ് ആണ് ഡിറൈവ്ഡ്. സോ അത് ഒരേ പാക്കേജിന്റെ അകത്തുള്ള 2 ക്ലാസ്സസ് ആണ് ഡിറൈവ്ഡും പ്രൊട്ടക്ഷനും. ആൻഡ് അതുകൂടാതെ ഡിറൈവ്ഡ് ഇസ് എ സബ് ക്ലാസ് ഓഫ് പ്രൊട്ടക്ഷൻ. ഇങ്ങനെ ആകുമ്പം ഡിറൈവ്ഡിന് പ്രൊട്ടക്ഷന്റെ എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും? ഡിറൈവ്ഡിന് പ്രൊട്ടക്ഷന്റെ പ്രൈവറ്റ് ഒഴികെയുള്ള എല്ലാ മെമ്പേഴ്സും ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് പ്രൊട്ടക്ഷന്റെ പബ്ലിക് എന്തായാലും ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്ഷന്റെ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ ആക്സസ് സ്പെസിഫയർ ഉള്ള ഡേറ്റ മെമ്പർ ഉണ്ടല്ലോ, n_pro, അത് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡീഫോൾട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ഉള്ളത് n എന്ന് പറഞ്ഞ വേരിയബിളിനാണ്, അല്ലെ. വേരിയബിൾ n is declared with the default protection. സോ അതും ആക്സസ് ചെയ്യാൻ പറ്റും. ഡീഫോൾട്ട് പ്രൊട്ടക്ഷൻ, ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുത്തില്ലെങ്കിൽ അതാണ് ഡീഫോൾട്ട്. അങ്ങനെയാണെങ്കിൽ അത് വിത്തിൻ പാക്കേജ് എല്ലായിടത്തും പറ്റുന്നതാണല്ലോ. പക്ഷെ പ്രൈവറ്റ് മാത്രം, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസിന്റെ അകത്തുള്ള പ്രൈവറ്റ് മെമ്പർ മാത്രം, അതായത് n_pri മാത്രം ആക്സസ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ഫയൽ പ്രൊട്ടക്ഷൻ ഡോട്ട് ജാവ. സോ ആദ്യത്തെ ഫയലാണിത്. P1 എന്ന് പറഞ്ഞ പാക്കേജിന്റെ അകത്താണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസ് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പുറത്തുള്ള പാക്കേജ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റണം, അതുകൊണ്ടാണ് പബ്ലിക്. ഓക്കെ, ഇതിന് എന്ന് പറയുന്ന ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ആണ്. ഇവിടെ ഒന്നും കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് ഡീഫോൾട്ട് ആണ്. ഇത് പ്രൈവറ്റ് ആണ്. n_pri പ്രൈവറ്റ് ആണ്, n_pro പ്രൊട്ടക്റ്റഡ് ആണ്, n_pub പബ്ലിക് ആണ്. എല്ലാ ആക്സസ് സ്പെസിഫൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഇനി ഇവിടെ കാണാം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന കൺസ്ട്രക്ടർ, പ്രൊട്ടക്ഷൻ ക്ലാസിന്റെ കൺസ്ട്രക്ടർ പ്രൊട്ടക്ഷൻ, അതും പബ്ലിക് ആയിരിക്കണം. കൺസ്ട്രക്ടറും പബ്ലിക് ആയിരിക്കണം. പബ്ലിക് ക്ലാസിന്റെ കൺസ്ട്രക്ടർ എപ്പോഴും പബ്ലിക് ആയിരിക്കണം. എന്നിട്ട് ഇതൊക്കെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ എല്ലാ ഡേറ്റയും പ്രിന്റ് ചെയ്യുന്നു. ഇനി ഡിറൈവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഫയല്, വേറൊരു ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ്, വിച്ച് ഇസ് ഓൾസോ ഇൻ ദ സെയിം പാക്കേജ്. P1 എന്ന് പറഞ്ഞ സെയിം പാക്കേജിന്റെ അകത്ത്, വിച്ച് ഇസ് ഓൾസോ എ സബ് ക്ലാസ് ഓഫ് പ്രൊട്ടക്ഷൻ. ഡിറൈവ് എന്ന് പറഞ്ഞ ക്ലാസ് വിച്ച് ഇസ് എ സബ് ക്ലാസ് ഓഫ് പ്രൊട്ടക്ഷൻ. ഇനി ഡിറൈവ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ കൺസ്ട്രക്ടർ, ഡിറൈവ്ഡ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ടർ, അതിന്റെ അകത്ത് കാണാം ഇറ്റ് ഹാസ് ആക്സസ് ടു ഡീഫോൾട്ട് ആയിട്ടുള്ള മെമ്പറാണ് n, ഡീഫോൾട്ട് ആക്സസ് ആണ്, അത് ആക്സസ് ഉണ്ട്. പ്രൈവറ്റ് ആക്സസ് ഇല്ല, അതുകൊണ്ടാണ് കമന്റഡ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ആക്സസ് ഇല്ല. ഇത് കമന്റ് ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. കമന്റ് ആയതുകൊണ്ട് അത് കമ്പൈലർ കൺസിഡർ ചെയ്യില്ല, ഒമിറ്റ് ചെയ്യും. കമന്റ് ഇട്ടില്ലെങ്കിൽ ഇത് എറർ ഉണ്ടാക്കും. കമന്റഡ് ആണ്, ദിസ് ഇസ് കമന്റഡ്, ദിസ് ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് ദിസ് ഇസ് പ്രൈവറ്റ്. n_pri എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസിന്റെ അകത്തുള്ള ഒരു പ്രൈവറ്റ് മെമ്പർ ആണ്. അത് ആക്സ് ചെയ്യാൻ അതിന്റെ സബ് ക്ലാസ് എന്ന് പോലും പറ്റില്ല. പിന്നെ നെക്സ്റ്റ് n_pro വിച്ച് ഇസ് പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയർ ഉള്ളതാണ്. അത് സബ് ക്ലാസിന്റെ അകത്തുനിന്ന് പറ്റും. ഓക്കെ, n_pub എന്തായാലും പറ്റും, പബ്ലിക് ആണല്ലോ. ഓക്കെ, ഇനി സെയിം പാക്കേജ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫയല്, അതിന്റെ അകത്ത് വേറൊരു ക്ലാസ്, സെയിം പാക്കേജ് എന്ന് പറഞ്ഞ ക്ലാസ്, വിച്ച് ഇസ് ഓൾസോ ഇൻ ദ സെയിം പാക്കേജ്. P1 എന്ന് പറഞ്ഞ പാക്കേജിന്റെ അകത്ത് തന്നെ അത് ഒഴിയിരിക്കുന്നത്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് എ സബ് ക്ലാസ് ഓഫ് പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷന്റെ സബ് ക്ലാസ് അല്ല. നേരത്തെ ഡിറൈവ്ഡ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന്റെ സബ് ക്ലാസ് ആയിരുന്നു. ഈ സെയിം പാക്കേജ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന്റെ സബ് ക്ലാസ് അല്ല. ഓക്കെ, സോ അങ്ങനെ ആകുമ്പം പ്രൊട്ടക്ഷന്റെ സബ് ക്ലാസ് അല്ലാതിരിക്കുമ്പോൾ പ്രൊട്ടക്ഷന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി എന്തായാലും വിത്തിൻ ദ സെയിം പാക്കേജ് ആയതുകൊണ്ട് ഡീഫോൾട്ട് ആയിട്ടുള്ള ആക്സസ് ഉള്ള എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ക്യാൻ ആക്സസ് ഫ്രം ഹിയർ ആൻഡ് പക്ഷെ എന്നൊന്നും ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. p.n എന്ന് ആക്സസ് ചെയ്യാം. p എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്, പ്രൊട്ടക്ഷന്റെ ഒബ്ജക്റ്റ് ആണ് p. എന്നൊന്നും തന്നെ ആക്സസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് സബ് ക്ലാസ്. സബ് ക്ലാസിനെ അങ്ങനെ അതിന്റെ സബ് ക്ലാസ് ആണെങ്കിൽ മാത്രമേ അതിന്റെ മെമ്പേഴ്സ് അങ്ങനെ ഡയറക്റ്റ് പേര് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒബ്ജക്റ്റ് വഴി നമുക്ക് ആക്സസ് ചെയ്യാന്നുള്ളൂ. ഒബ്ജക്റ്റ് വഴി അതിന്റെ പേര് വെച്ച് ആക്സസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ പ്രൈവറ്റ് ആക്സസ് ചെയ്യാൻ എന്തായാലും പറ്റില്ല. പ്രൊട്ടക്റ്റഡ് ആക്സസ് ചെയ്യാൻ പറ്റും. വിത്തിൻ ദ സെയിം പാക്കേജ് ആണെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഇസ് സംതിങ് ലൈക്ക് പബ്ലിക് വിത്തിൻ ദ സെയിം പാക്കേജ് ആണെങ്കിൽ. ഓക്കെ, സോ പ്രൊട്ടക്റ്റഡ് ആക്സസ് ചെയ്യാൻ പറ്റും, പബ്ലിക് എന്തായാലും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രൊട്ടക്റ്റഡ് ഇപ്പൊ സബ് ക്ലാസ് അല്ലാണ്ട് പോലും സെയിം പാക്കേജ് എന്ന് പറയുന്നത് സബ് ക്ലാസ് അല്ലാണ്ട് പോലും പ്രൊട്ടക്റ്റഡ് ആക്സസ് ചെയ്യാൻ പറ്റി. പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന പ്രൊട്ടക്റ്റഡ് ആക്സസ് ഉള്ള n_pro അത് ആക്സസ് ചെയ്യാൻ പറ്റി. ഓക്കെ, സബ് ക്ലാസ് അല്ലാഞ്ഞിട്ട് പോലും ആക്സസ് ചെയ്യാൻ പറ്റി ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ ദ സെയിം പാക്കേജ്. ഓക്കെ, ഇനി നമ്മള് വി ആർ കൺസിഡറിംഗ് ദ സെക്കൻഡ് പാക്കേജ് P2. അതിന്റെ അകത്ത് 2 ക്ലാസ് ആണുള്ളത്. സോ ആകെയുള്ള 5 ക്ലാസ്സിൽ 2 ക്ലാസ് എവിടെയാണ്, 3 ക്ലാസ് P1ലും. സോ 2 ക്ലാസ്സസ് ഡിഫൈൻഡ് ഇൻ P2. അതിന്റെ അകത്ത് ഫസ്റ്റ് ക്ലാസ് പ്രൊട്ടക്ഷൻ 2 ആണ്. ഇസ് എ സബ് ക്ലാസ് ഓഫ് P1 ഡോട്ട് പ്രൊട്ടക്ഷൻ. പാക്കേജ് P1 അകത്തുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒരു സബ് ക്ലാസ് ആണ് പ്രൊട്ടക്ഷൻ 2. പക്ഷെ പ്രൊട്ടക്ഷൻ 2 ഇരിക്കുന്നത് വേറൊരു പാക്കേജിന്റെ അകത്താണ്. പ്രൊട്ടക്ഷൻ 1 ഇരിക്കുന്നത് പ്രൊട്ടക്ഷൻ ഇരിക്കുന്നത് P1 അകത്തും പ്രൊട്ടക്ഷൻ 2 ഇരിക്കുന്നത് P2 അകത്തും. പക്ഷെ പ്രൊട്ടക്ഷൻ 2 ഇസ് എ സബ് ക്ലാസ് ഓഫ് പ്രൊട്ടക്ഷൻ. ഓക്കെ, വേറൊരു പാക്കേജിന്റെ അകത്താണ് കിടക്കുന്നതെങ്കിൽ പോലും അതിന് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന P1 ഇരിക്കുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സിനെ സൂപ്പർ ക്ലാസ് ആക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ,
So this grants access to all of P1 dot protections variables. So protection 2ന്റെ അകത്തുനിന്ന് പ്രൊട്ടക്ഷൻ 2 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസിന്റെ സബ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പബ്ലിക് ഡേറ്റ മെമ്പർ ആക്സസ് ചെയ്യാം. ഓക്കെ, അതിന്റെ പ്രൊട്ടക്റ്റഡ് ഡേറ്റ മെമ്പറും ആക്സസ് ചെയ്യാം. പക്ഷെ രണ്ടെണ്ണം ആക്സസ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ? പ്രൈവറ്റ് എന്തായാലും ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഡീഫോൾട്ടും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, രണ്ടെണ്ണം ആക്സസ് ചെയ്യാൻ പറ്റും, രണ്ടെണ്ണം ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുക? പബ്ലിക് ആക്സസ് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റഡ് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്റ്റഡ് എന്തുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള n_pro എന്ന് പറയുന്ന വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് ദ സബ് ക്ലാസ് ഓഫ് പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ 2 സബ് ക്ലാസ് ഓഫ് പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് അതിന് ആക്സസ് ചെയ്യാൻ പറ്റും. വേറൊരു പാക്കേജിന്റെ അകത്താണെങ്കിൽ പോലും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ പ്രൈവറ്റും ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഡീഫോൾട്ടും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ പ്രൊട്ടക്ഷൻ 2.java അതിന്റെ അകത്ത് എന്ന് പറയുന്നത് P2 എന്ന് പറയുന്ന വേറൊരു പാക്കേജിന്റെ അകത്താണ്. പ്രൊട്ടക്ഷൻ 2 എക്സ്റ്റെൻസ് P1 ഡോട്ട് പ്രൊട്ടക്ഷൻ. P1 ഡോട്ട് പ്രൊട്ടക്ഷൻ തന്നെ കൊടുക്കണം ഇവിടെ, ബിക്കോസ് വേറൊരു പാക്കേജിന്റെ അകത്തായോണ്ട്. സോ P1 ഡോട്ട് പ്രൊട്ടക്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ P1 അകത്തുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസ് ആണ് ഇതിന്റെ സൂപ്പർ ക്ലാസ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ആക്സസ് ചെയ്യാൻ പറ്റണില്ല, ഇത് കമന്റഡ് ആണ്. ഓക്കെ, ഇത് ആക്സസ് ചെയ്യാനും പറ്റണില്ല, ഇതും കമന്റഡ് ആണ്. ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, ഇതും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതർ പാക്കേജ് ഡോട്ട് ജാവ. ഇതും ദിസ് ഈസ് ഓൾസോ ഇൻ P2 അതർ പാക്കേജ് ഡോട്ട് ജാവ. ഓക്കെ, ഇത് P2ന്റെ അകത്തുനിന്ന് അതർ പാക്കേജ് എന്തായാലും ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണേ. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. P1 ഇരിക്കണ വേറൊരു പാക്കേജ് ആയ P1 ഇരിക്കണ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അത് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് വിത്തിൻ പാക്കേജ് മാത്രമേ ഡീഫോൾട്ട് ആക്സസ് ഉള്ള മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് പറ്റില്ല, കമന്റഡ് ആണ് കേട്ടോ. ആൻഡ് ഇത് പറ്റില്ല, കമന്റഡ് ആണ്. ആൻഡ് ഇത് പറ്റുമോ? ഇതും പറ്റില്ല, ബിക്കോസ് ഇത് സബ് ക്ലാസ് അല്ല. n_pro എന്ന് പറയുന്നത് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, വേറൊരു പാക്കേജിന്റെ അകത്ത് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് സബ് ക്ലാസ് ആയിരിക്കണം. ഈ ഒരു ക്ലാസ് സബ് ക്ലാസ്. അതർ പാക്കേജ് ഇസ് നോട്ട് എ സബ് ക്ലാസ് ഓഫ് പ്രൊട്ടക്ഷൻ, സോ ഇറ്റ് കനോട്ട് ആക്സസ് ഇറ്റ്സ് പ്രൊട്ടക്ഷന്റെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്സസ് ഉള്ള മെമ്പറിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. സബ് ക്ലാസ് ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സോ ഇത് കമന്റഡ് ആണേ. ഇനി പബ്ലിക്കും ആക്സസ് ചെയ്യാൻ പറ്റും, അത് വേറൊരു പാക്കേജിന്റെ അകത്തുനിന്ന് ആയാലും ഇറ്റ് ക്യാൻ ആക്സസ് പബ്ലിക്. ഓക്കെ, ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ബൈ ഇങ്ങനെ യൂസിങ് ദിസ് ഡെമോ ക്ലാസ്. പാക്കേജ് P1 ക്ലാസ്സസ് ട്രൈ ഔട്ട് ചെയ്യാൻ ഈ ഡെമോ ക്ലാസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ P2ന്റെ അകത്തുള്ളത് ട്രൈ ഔട്ട് ചെയ്യാൻ ഈ ഡെമോ ക്ലാസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് is about importing packages. So നമുക്കറിയാം ഈ പാക്കേജ് എന്ന് പറഞ്ഞ മെക്കാനിസം ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പാർട്ട്മെന്റലൈസിങ്. പല ആവശ്യങ്ങൾക്കുള്ള ക്ലാസ്സസിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ സഹായിച്ചു. ഒരു സിംഗിൾ ഗോളിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ക്ലാസ്സൊക്കെ ഒരു സിംഗിൾ പാക്കേജിന്റെ അകത്ത് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. സോ നമ്മുടെ ജാവയിലുള്ള മിക്ക പാക്കേജ് നമുക്ക് ലൈബ്രറിന്റെ കൂടെ കിട്ടുന്ന കമ്പൈലർ അല്ലെങ്കിൽ നമ്മൾ ജാവ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന കുറെ ക്ലാസ്സസ് ഉണ്ടല്ലോ, അതൊക്കെ ഇറ്റ് ഈസ് യൂഷ്വലി സ്റ്റോർഡ് ഇൻ പാക്കേജസ്. ഓക്കെ, സോ ജാവേന്റെ ഒരു ക്ലാസ്സും ഈ ഡീഫോൾട്ട് പാക്കേജിലൊന്നും സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എല്ലാത്തിനും ഓരോ പേരുകളൊക്കെ ഉണ്ട്, എല്ലാത്തിനും ഒരു പ്രോപ്പർ പാക്കേജ് സ്ട്രക്ചറിന്റെ അകത്താണ് അതൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നെയിംഡ് പാക്കേജ് ആണ് ഡീഫോൾട്ട് പാക്കേജ് ആണ് അൺനെയിംഡ് പാക്കേജ് ആണ് അല്ലെ. പക്ഷെ ജാവേന്റെ അകത്തുള്ള എല്ലാ ലൈബ്രറീസും സ്റ്റോർ ചെയ്തിരിക്കുന്നത് നെയിംഡ് ആയിട്ടുള്ള പാക്കേജസ് ആണ്, എല്ലാത്തിനും പേരുകളുണ്ട്. ആൻഡ് ചില ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള പേരുകളാണ് ഉണ്ടാവുക അല്ലെ. നമ്മൾ കൊടുക്കുന്ന പേരുകളൊക്കെ ഫുള്ളി നമ്മളിപ്പം ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് സാധാരണ ജാവേന്റെ മറ്റ് ക്ലാസ്സസ് ബിൽറ്റിൻ ആയിട്ടുള്ള ലൈബ്രറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്. സോ നമ്മളൊരു ക്വാളിഫൈഡ് നെയിം കൊടുക്കും, ഇമ്പോർട്ട് java.util.star എന്ന് കൊടുക്കുമ്പം ദാറ്റ്സ് എ ക്വാളിഫൈഡ് ഫുള്ളി ക്വാളിഫൈഡ് പാക്കേജ് നെയിം എന്ന് പറയാം. ഇറ്റ്സ് എ ഫുള്ളി ക്വാളിഫൈഡ് പാക്കേജ് നെയിം java.util.star എന്ന് കൊടുക്കുമ്പോൾ. സോ ഇത് അല്ലേ. സോ ഇറ്റ്സ് എ
സോ അത് അത് നമ്മളിപ്പം ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മൾ ക്ലാസ്സസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ആ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റിൽ മാത്രം നമ്മൾ ആ ഫുള്ളി ക്വാളിഫൈഡ് കൊടുത്താൽ മതി. java.util.star എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി ക്ലാസ്സസ് നമ്മൾ ആ പെർട്ടിക്കുലർ എവിടെയാണോ അത് യൂസ് ചെയ്യുന്നത് അതിന്റെ അകത്ത്, പിന്നെ അതിന്റെ അകത്തുള്ള ഡേറ്റ് ക്ലാസ് ആയാലും വേറെ എന്ത് java.util അകത്ത് വരുന്ന ഇപ്പം പല ക്ലാസ്സസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഡയറക്ട്ലി സ്കാനർ ക്ലാസ് ഒക്കെ നമ്മൾ സ്കാനർ ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ java.util.scanner എന്ന് നമ്മൾ കൊടുക്കണില്ല, നമ്മൾ ജസ്റ്റ് സ്കാനറിനെ കൊടുക്കുന്നുള്ളൂ. ആദ്യം നമ്മൾ ആ ഇനീഷ്യൽ ഫയലിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇമ്പോർട്ട് java.util.scanner util.star കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്, സ്കാനർ യൂസ് ചെയ്യുമ്പോഴൊക്കെ സ്കാനറിന് ഡയറക്റ്റ് കൊടുക്കുകയാണ്, അല്ലാണ്ട് java.util.scanner എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഫുള്ളി ക്വാളിഫൈഡ് നെയിം പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ നമ്മൾ ഇമ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ, ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ എല്ലായിടത്തും ഈ java.util.scanner എന്ന് എവിടെയൊക്കെ സ്കാനർ യൂസ് ചെയ്യുന്ന അവിടെയൊക്കെ നമ്മൾ അത് കൊടുക്കേണ്ടി വരും. സോ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഹെൽപ്സ് us ടു മേക്ക് തിങ്സ് ഈസിയർ. ഓക്കെ, എപ്പോഴും ഈ ഫുള്ളി ക്വാളിഫൈഡ് പേര് നെയിം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കി തരുന്ന അതാണ് ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ബ്രിങ് certain ക്ലാസസ് ഓർ എൻറ്റയർ പാക്കേജസ് ഇൻ ടു വിസിബിലിറ്റി. അതിനെ വിസിബിലിറ്റിയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. എല്ലാ ക്ലാസസ് പാക്കേജിന്റെ അകത്തുള്ള ക്ലാസ്സസ് ഒക്കെ വിസിബിലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്ട്ലി ക്ലാസിന്റെ പേര് വെച്ചിട്ട് അതിനെ അഭിസംബോധന ചെയ്യാം. ഫുള്ളി ക്വാളിഫൈഡ് നെയിം കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുള്ളി ക്വാളിഫൈഡ് നെയിം എന്ന് പറഞ്ഞാൽ java.util.scanner എന്നൊക്കെ ഫുള്ളി ക്വാളിഫൈഡ് നെയിമാണ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. യു റിമെമ്പർ, നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോഴും നിങ്ങൾ സ്കാനർ ക്ലാസ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോഴും അല്ലെ സ്കാനർ ന്യൂ സ്കാനർ ബ്രാക്കറ്റിൽ system.in കൊടുക്കുമ്പം നിങ്ങൾ സ്കാനറിന്റെ അവിടെ സ്കാനറിനെ കൊടുക്കുന്നുള്ളൂ, java.util.scanner എന്ന് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാത്തത്? നിങ്ങൾ ആദ്യം തന്നെ ഇമ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, ആ ഫയലിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഇമ്പോർട്ട് java.util. നിങ്ങൾ സ്കാനർ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്റ്റാർ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇമ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും കൊടുക്കേണ്ടി വരും, കംപ്ലീറ്റ് നെയിം ഫുൾ നെയിം കൊടുക്കേണ്ടി വരും. So import statement occur immediately following the package statement if it exists. So package statement ന്റെ കൂടെ import statement കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കേജ് സ്റ്റേറ്റ്മെന്റ് ആദ്യം കൊടുത്തിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം import statement. ഓക്കെ, സോ import statement ജനറൽ ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. import package1 dot package2 dot class name അല്ലെങ്കിൽ സ്റ്റാർ. സോ ഞാൻ പറഞ്ഞ പോലെ java.util.scanner എന്നും കൊടുക്കാം, അല്ലെങ്കിൽ java.util.star എന്ന് കൊടുക്കാം. സ്കാനറിന് കൊടുത്തു കഴിഞ്ഞാൽ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതേസമയം സ്റ്റാറിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പാക്കേജിന്റെ അകത്തുള്ള എല്ലാ ക്ലാസ്സും നമുക്ക് ആ ഫയലിന്റെ അകത്ത് അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, സോ pkg1 is the name of a top level package, pkg2 is the name of a subordinate package inside the outer package separated by a dot. ഈ ഡെപ്തിന് ഒരു ലിമിറ്റ് ഒന്നുമില്ല. ഈ എത്ര നെസ്റ്റഡ് ലെവൽസ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, ഹൈറാർക്കി എത്ര വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, സോ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ എൻറ്റയർ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണമെന്നാണ്. എക്സാമ്പിൾ java.util.date കൊടുക്കാം, അല്ലെങ്കിൽ java.util.star എന്ന് കൊടുക്കാം, java.io.star കൊടുക്കാം, java.io. അങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, java.io. ഇപ്പം പ്രിന്റ് റൈറ്റർ എന്നൊക്കെ പറഞ്ഞ സെർവ്ലെറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രിന്റ് റൈറ്റർ ക്ലാസ് ഒക്കെ നമുക്ക് java.io.star കൊടുക്കാം, അല്ലെങ്കിൽ java.io.printwriter എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ. So all of the standard Java classes included with Java ലൈബ്രറിന്റെ കൂടെ കിട്ടുന്ന എല്ലാ ക്ലാസ്സസും സ്റ്റാൻഡേർഡ് ക്ലാസ്സസ് എന്ന് പറയും. അത് ഒരു പാക്കേജിന്റെ അകത്താണ് പ്രസന്റ്, which is called as Java എന്ന് പറഞ്ഞ പാക്കേജ്. അതുകൊണ്ടാണ് നമ്മൾ java.util, java.io എന്നൊക്കെ പറയുന്നത് കേട്ടോ. സോ ബേസിക് ലാംഗ്വേജ് ഫംഗ്ഷൻസ് ഒക്കെ java.langന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ബേസിക് ലാംഗ്വേജ് ഫംഗ്ഷൻസ് ഒക്കെ java.langന്റെ അകത്ത് കിട്ടും. അത് നമ്മൾ സാധാരണ ഇമ്പോർട്ട് ചെയ്യാറില്ല, അതിന്റെ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് ഇംപ്ലിസിറ്റ്ലി ഇമ്പോർട്ടഡ് ബൈ ദ കമ്പൈലർ ഫോർ ഓൾ പ്രോഗ്രാംസ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കമ്പൈലർ തന്നെ അത് ഇമ്പോർട്ട് ചെയ്തോളും എല്ലാ പ്രോഗ്രാംസിനും വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഡേറ്റ് ക്ലാസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ java.util, സ്കാനർ ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ java.util ഒക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ,
സോ ഫുള്ളി ക്വാളിഫൈഡ് നെയിം യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഫുള്ളി ക്വാളിഫൈഡ് നെയിം യൂസ് ചെയ്യുന്നതാണെങ്കിൽ. സോ ഇതൊരു ഫുള്ളി, ഇവിടെ ദിസ് ഇസ് ഫുള്ളി ക്വാളിഫൈഡ് നെയിം. ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ then you need to use import statement. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുമ്പം, ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പം ആ പാക്കേജിന്റെ അകത്തുള്ള പബ്ലിക് ആയിട്ടുള്ള ക്ലാസ്സസ് മാത്രമേ നമുക്ക് ഇമ്പോർട്ട് ചെയ്താൽ കിട്ടുള്ളൂ. ഓക്കെ, so only those items within the package declared as public will be available to non-sub classes in the importing code. സോ നോൺ സബ് ക്ലാസ്സസിന് ആ പബ്ലിക് ആയിട്ടുള്ള പാക്കേജ് മാത്രമേ കിട്ടുള്ളൂ. സോ നമ്മളിപ്പം നേരത്തെ മൈപാക്ക് എന്ന് പറഞ്ഞൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തല്ലോ, അതിൻ്റെ അകത്തൊരു ബാലൻസ് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, വേറൊരു ഫയലിന്റെ അകത്ത് ഈ മൈപാക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബാലൻസ് പറഞ്ഞ ക്ലാസ് പബ്ലിക് ആക്കണം. ഓക്കെ, അത് നമ്മളെപ്പോഴും ക്ലാസ് പബ്ലിക് ആക്കുമ്പോൾ അതിന്റെ കൺസ്ട്രക്ടറും പബ്ലിക് ആക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഇതിന്റെ ഒബ്ജക്ട്സ് നമുക്ക് പുറത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കൺസ്ട്രക്ടർ ആണല്ലോ ഒബ്ജക്ട് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കോഡ്. സോ ഇവിടെ ഷോ മെത്തേഡും കൂടി പബ്ലിക് ആക്കിയിട്ടുണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ആ പബ്ലിക് ആ ബാലൻസ് എന്ന ക്ലാസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണേ. ടെസ്റ്റ് ബാലൻസിന്റെ അകത്ത്, ടെസ്റ്റ് ബാലൻസ് എന്ന ക്ലാസിന്റെ അകത്ത് യൂസ് ചെയ്യാണ്. അത് വേറൊരു ഫയലിന്റെ അകത്താണ്, അതുകൊണ്ട് അത് ഇമ്പോർട്ട് ചെയ്യാണ്. സോ ടെസ്റ്റ് ബാലൻസ് എന്ന് പറയുന്ന ആ ക്ലാസിന്റെ അകത്ത് നമ്മൾ അത് വേറൊരു ഫയലിന്റെ അകത്താണ്, വേറൊരു പാക്കേജിന്റെ അകത്താണ്. ഓക്കെ, സോ അത് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈപാക്ക് എന്ന് പറയുന്ന പാക്കേജിന്റെ അകത്തുള്ള ക്ലാസ്സസ് ആയ ബാലൻസ് എന്ന ക്ലാസ്സസിൽ ഒരു ക്ലാസ് ആണ് ബാലൻസ് എന്ന ക്ലാസ് അല്ലേ, റൈറ്റ്? ബാലൻസ് എന്ന ക്ലാസ് അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് mypack.star. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാലൻസ് നേരിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, mypack.balance എന്ന് കൊടുക്കേണ്ടി വരും ഇവിടെ. ഓക്കെ, ഇത് ഇമ്പോർട്ട് ഇത് ഞാൻ ചെയ്തില്ല എങ്കിൽ ഐ ഹാവ് ടു ഗിവ് mypack.balance. ഇവിടെയും mypack.balance കൊടുക്കേണ്ടി വരും. ഓക്കെ, ഓക്കെ, സോ ദാറ്റ് ഇസ് സോറി. സോ പിന്നെ നമ്മൾ പറഞ്ഞു ഈ ബാലൻസ് എപ്പോഴും പബ്ലിക് ആയിരിക്കണം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ബാലൻസ് ക്ലാസ് പബ്ലിക് ആയിരിക്കണം, അതുപോലെ തന്നെ ഇതിന്റെ കൺസ്ട്രക്ടറും പബ്ലിക് ആയിരിക്കണം. ഓക്കെ, പിന്നെ ബാക്കി മെത്തേഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പബ്ലിക് ആക്കി മാറ്റുക. ഓക്കെ, സോ പബ്ലിക് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആക്സസ് ബൈ എനി ടൈപ്പ് ഓഫ് കോഡ് ഔട്ട്സൈഡ് ദി മൈപാക്ക് പാക്കേജ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് പാക്കേജസ്. നമ്മൾ പാക്കേജസ് ഒരു ഇതൊക്കെ കവർ ചെയ്തു. ഓക്കെ, ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതും പറഞ്ഞു. ഫൈനലി വി ടോക്ട് അബൌട്ട് യൂസിങ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ വൈൻഡ് അപ്പ് ദ ഡിസ്കഷൻ ഓഫ് പാക്കേജസ്. നെക്സ്റ്റ് ക്ലാസ് ഇസ് അബൌട്ട് ഇന്റർഫേസസ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം.